ഹലോ ഫ്രണ്ട്സ്, അധ്യാപക പ്രണയത്തിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴും ഗൗരിയുടെ മനസ്സിൽ ഇന്നലത്തെ സംഭവം തന്നെയായിരുന്നു. എൻ്റെ കാരണത്താൽ നിരഞ്ജൻ സാറിനെക്കുറിച്ചും ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. ഇനി ഞാൻ അദ്ദേഹത്തോട് അകലം പാലിക്കണം, അവൾ മനസ്സിൽ തീരുമാനിച്ചു. സ്കൂളിലെത്തിയപ്പോൾ നിരഞ്ജൻ പതിവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുഡ് മോർണിംഗ് ടീച്ചർ. എന്നാൽ ഗൗരി ഒരു ചെറിയ പുഞ്ചിരി മാത്രം നൽകി അകത്തേക്ക് നടന്നു. നിരഞ്ജൻ എന്തോ മാറ്റം തോന്നി. ഇന്നലെ നടന്ന കാര്യങ്ങൾ ടീച്ചറെ വേദനിപ്പിച്ചിരിക്കണം. ഉച്ചയ്ക്ക് 10ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനി ഓടി വന്ന് പറഞ്ഞു, ടീച്ചർ, ലൈബ്രറിയിലെ പഴയ അലമാര മറിഞ്ഞു, പുസ്തകങ്ങളെല്ലാം താഴെ വീണു. ഗൗരി ഉടനെ തന്നെ ലൈബ്രറിയിലേക്ക് പോയി. 100 കണക്കിന് പുസ്തകങ്ങൾ നിലത്ത് ചിതറിക്കിടക്കുകയായിരുന്നു. അവൾ ഒറ്റയ്ക്ക് അവ എടുത്ത് അടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം, ഞാനും സഹായിക്കട്ടെ? തിരിഞ്ഞു നോക്കിയപ്പോൾ നിരഞ്ജനായിരുന്നു. വേണ്ട സാർ, ഞാൻ ചെയ്തോളാം. ഇത്രയും പുസ്തകങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും? മറുപടിക്ക് കാത്തു നിൽക്കാതെ അവനും പുസ്തകങ്ങൾ എടുത്തു തുടങ്ങി. കുറച്ചു സമയം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. പിന്നീട് നിരഞ്ജൻ നിശബ്ദത ഭേദിച്ചു. ടീച്ചർ, എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഗൗരി കയ്യിലെ പുസ്തകം മേശപ്പുറത്ത് വെച്ചു. ഇല്ല. പിന്നെ എന്തിനാണ് എന്നെ ഒഴിവാക്കുന്നത്? ഗൗരി ഒരു ദീർഘനിശ്വാസം വിട്ടു. ആളുകൾ വെറുതെ ഓരോന്ന് പറയുകയാണ്. അത് പറഞ്ഞോട്ടെ, എനിക്കതൊന്നും പ്രശ്നമല്ല. പക്ഷെ നിങ്ങളുടെ പേര് അതിൽ വലിച്ചിഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിരഞ്ജൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. മറ്റുള്ളവർ എന്തു പറയുമെന്ന് പേടിച്ച് നല്ല സൗഹൃദങ്ങൾ പോലും ഉപേക്ഷിക്കണമോ? ഗൗരി മൗനമായി. ഞാൻ ആരെയും തെറ്റായി കാണുന്നില്ല ടീച്ചർ, നിങ്ങളെയും. ആ വാക്കുകൾ ഗൗരിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. വൈകുന്നേരം സ്കൂൾ വിടാൻ നേരം ശക്തമായ മഴ തുടങ്ങി. ബസ് വൈകുമെന്ന് അറിഞ്ഞ ഗൗരി വരാന്തയിൽ കാത്തുനിന്നു. നിരഞ്ജനും അവിടെ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വയോധിക സ്ത്രീ മഴയിൽ നനഞ്ഞ് സ്കൂൾ ഗേറ്റിനരികിലൂടെ നടക്കുന്നത് അവർ കണ്ടു. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പച്ചക്കറി സഞ്ചി താഴെ വീണു. ഒന്നും ആലോചിക്കാതെ നിരഞ്ജൻ ഓടിച്ചെന്നു. അമ്മേ, ഞാൻ സഹായിക്കാം. ഗൗരിയും പിന്നാലെ ചെന്നു. രണ്ടുപേരും ചേർന്ന് പച്ചക്കറികൾ പെറുക്കി സഞ്ചിയിലാക്കി. മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വയോധികയുടെ കണ്ണുകൾ നിറഞ്ഞു. തിരികെ സ്കൂൾ വരാന്തയിലേക്ക് നടക്കുമ്പോൾ ഗൗരി പറഞ്ഞു, എല്ലാവർക്കും ഇങ്ങനെ സഹായിക്കാൻ പറ്റില്ല. നിരഞ്ജൻ ചിരിച്ചു. അമ്മ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നന്മയും നാളത്തേക്ക് മാറ്റിവെക്കരുത്. ആ വാക്കുകൾ കേട്ട് ഗൗരി ആദ്യമായി മനസ്സ് തുറന്ന് ചിരിച്ചു. ആ ചിരി കണ്ട നിരഞ്ജനും സന്തോഷമായി. പക്ഷേ സ്കൂൾ ഓഫീസിന്റെ ജനാലയിലൂടെ ഇതെല്ലാം ശ്രദ്ധിച്ചു നിന്ന രാഘവൻ പതുക്കെ ഫോൺ എടുത്തു. ഹലോ, നാളെ ചില രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വിളിക്കണം. എന്തിനാ സർ? ഈ സ്കൂളിന്റെ അച്ചടക്കം സംരക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. അവന്റെ മുഖത്ത് ചിരി. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചനയായിരിക്കും. രാവിലെ സ്കൂളിലെ അന്തരീക്ഷം പതിവ് പോലെ ശാന്തമായിരുന്നു. ഗൗരി സ്റ്റാഫ് റൂമിലേക്ക് കയറുമ്പോൾ മാലിനി ടീച്ചർ പറഞ്ഞു, ഗൗരി, ഇന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. അറിയാം. ഗൗരി ഫയലുകൾ എടുത്ത് ക്ലാസ്സിലേക്ക് നടന്നു. എന്നാൽ അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്കൂൾ കേൾക്കുന്ന ഓരോ ചർച്ചയും അവളെ വേദനിപ്പിച്ചിരുന്നു. ഇൻസ്പെക്ഷൻ കഴിഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ സന്തോഷത്തോടെ പറഞ്ഞു, വളരെ നല്ല ക്ലാസ്. ഗൗരി ടീച്ചർ കുട്ടികൾക്ക് നന്നായി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഗൗരി പുഞ്ചിരിച്ചു. നന്ദി സർ. അത് കേട്ട് നിന്ന് നിരഞ്ജനും പറഞ്ഞു, കൺഗ്രാറ്റ്സ് ടീച്ചർ. താങ്ക് യു. ആ ചെറിയ സംഭാഷണം പോലും രാഘവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉച്ചയ്ക്ക് സ്കൂൾ മൈതാനത്ത് സ്വാതന്ത്ര്യദിന പരിശീലനം നടക്കുകയായിരുന്നു. ഒരു വിദ്യാർത്ഥിനി ഓടിവെന്ന് പറഞ്ഞു, സാർ, സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. നിരഞ്ജൻ അത് ശരിയാക്കാൻ ശ്രമിച്ചു. പക്ഷെ വൈദ്യുതി കണക്ഷനിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൗരി ഒരു എക്സ്റ്റൻഷൻ വയർ കൊണ്ടുവന്നത്. ഇത് ഉപയോഗിച്ചു നോക്കൂ. നിരഞ്ജൻ കണക്ഷൻ നൽകി. സൗണ്ട് സിസ്റ്റം വീണ്ടും പ്രവർത്തിച്ചു. വിദ്യാർത്ഥികൾ സന്തോഷത്തോടെ കൈയടിച്ചു. ഏയ്! നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പരിപാടി നടക്കില്ലായിരുന്നു. ഗൗരി പതിവ് പോലെ പറഞ്ഞു, ഞാൻ ചെയ്തത് ചെറിയൊരു സഹായം മാത്രമാണ്. വൈകുന്നേരമായി. സ്കൂൾ വിടാൻ നേരം വീണ്ടും മഴ പെയ്തു. ഗൗരി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ബൈക്ക് അവരുടെ മുന്നിൽ നിർത്തിയത്. അത് നിരഞ്ജനായിരുന്നു. ടീച്ചർ, മഴ ശക്തമാണ്, ബസ് വരാൻ വൈകും. സാരമില്ല, ഞാൻ കാത്തു നിൽക്കാം. എങ്കിൽ കൂടെയെങ്കിലും വാങ്ങിക്കോളൂ. അവൻ തന്റെ ബാഗിൽ നിന്ന് പുതിയൊരു കുടയെടുത്തു. ഇതെടുക്കൂ. ഗൗരി അമ്പരന്നു. വേണ്ട സർ, ഇന്നലെ വാങ്ങിയതാണ്, എനിക്ക് മറ്റൊന്നുണ്ട്. ഗൗരി മടിച്ചെങ്കിലും ഒടുവിൽ അത് വാങ്ങി. നാളെ തിരികെ തരാം. തരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ശരിയാകില്ല. ഇരുവരും ചെറുതായി ചിരിച്ചു. ആ ചിരി കണ്ടുകൊണ്ട് റോഡിന്റെ മറുവശത്ത് നിന്നിരുന്ന രാഘവൻ തന്റെ ഫോണിൽ ഒരു ചിത്രം പകർത്തി. ഇനി ഈ ചിത്രം മതി, അവൻ മനസ്സിൽ പറഞ്ഞു. അന്ന് രാത്രി വീട്ടിലെത്തിയ ഗൗരി കിടക്കാൻ ശ്രമിച്ചെങ്കിലും ഉറക്കാൻ വന്നില്ല. നിരഞ്ജൻ നൽകിയ കുട അവളുടെ മേശപ്പുറത്ത് കിടക്കുകയായിരുന്നു. അവളത് കയ്യിലെടുത്ത് കുറച്ചു നേരം നോക്കി.
എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ കരുതൽ എൻ്റെ മനസ്സിനെ ഇത്ര സ്പർശിക്കുന്നത്? അവൾ സ്വയം ചോദിച്ചു. അതേസമയം സ്വന്തം വീട്ടിലെ ബാൽക്കണിയിൽ നിന്നിരുന്ന നിരഞ്ജനും ആകാശത്തേക്ക് നോക്കുകയായിരുന്നു. ടീച്ചറുടെ മുഖത്ത് വീണ്ടും ഒരു ചിരി കാണാം. അത്രമാത്രമാണ് എൻ്റെ ആഗ്രഹം. അവനറിയില്ലായിരുന്നു ആ ആഗ്രഹം ഉടൻ തന്നെ പ്രണയമായി മാറാൻ പോവുകയാണെന്ന്. പിറ്റേന്ന് രാവിലെ ഗൗരി പതിവിലും നേരത്തെ സ്കൂളിലെത്തി. നിരഞ്ജൻ നൽകിയ കുട അവൾ നന്നായി മടക്കി ഒരു കവറിൽ വെച്ചിരുന്നു. സ്റ്റാഫ് റൂമിൽ കയറിയപ്പോൾ നിരഞ്ജൻ ചില പേപ്പറുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗൗരി പതുക്കെ അടുത്തെത്തി. സാർ. നിരഞ്ജൻ തല ഉയർത്തി നോക്കി. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. അവൾ കവർ നീട്ടിക്കൊടുത്തു. ഇന്നലെ തന്നെ കുട. നിരഞ്ജൻ ചിരിച്ചു. ഇത്ര പെട്ടെന്ന് തിരികെ തരേണ്ട കാര്യമില്ലായിരുന്നു. കടം വെച്ച സാധനങ്ങൾ അധികം നാൾ കയ്യിൽ വെക്കാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ നന്ദി. രണ്ടുപേരും പരസ്പരം പുഞ്ചിരിച്ചു. ആ കാഴ്ച സ്റ്റാഫ് റൂമിന്റെ വാതിലിനരികിൽ നിന്നിരുന്ന രാഘവൻ ശ്രദ്ധിച്ചു. അവന്റെ കണ്ണുകളിൽ വീണ്ടും സംശയത്തിന്റെ നിഴൽ നിറഞ്ഞു. ഉച്ചയ്ക്ക് സ്കൂളിൽ ഒരു പുതിയ സയൻസ് അധ്യാപിക ജോലിയിൽ പ്രവേശിച്ചു. അനുപമ. ചുറുചുറുക്കും ആത്മവിശ്വാസവും നിറഞ്ഞ യുവതി. ഹെഡ് മാസ്റ്റർ എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തി. ഇതാണ് അനുപമ ടീച്ചർ. എല്ലാവരും സ്വാഗതം ചെയ്തു. അനുപമ നേരെ നിരഞ്ജന്റെ അടുത്തെത്തി. ഹായ് സർ, ഞാൻ അനുപമ. വെൽക്കം. ഇരുവരും കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അത് ദൂരത്തു നിന്ന് കണ്ട ഗൗരി അറിയാതെ അവരുടെ ഭാഗത്തേക്ക് നോക്കി നിന്നു. മാലിനി ടീച്ചർ അവളുടെ മുഖഭാഗം ശ്രദ്ധിച്ചു. എന്തു പറ്റി? ഒന്നുമില്ല. ഉറപ്പാണോ? അതെ. എന്നാൽ ഗൗരിയുടെ മനസ്സിൽ ആദ്യമായി ഒരു വിചിത്രമായ വികാരം ജനിച്ചു. എന്തിനാണ് എനിക്കിത് കാണുമ്പോൾ അസ്വസ്ഥത തോന്നുന്നത്? അവൾക്കതിന് ഉത്തരമുണ്ടായിരുന്നില്ല. വൈകുന്നേരം പരിശീലനം കഴിഞ്ഞപ്പോൾ അനുപമ നിരഞ്ജനോട് പറഞ്ഞു. സർ, ഇവിടെ അടുത്ത് നല്ലൊരു ചായക്കടയുണ്ടോ? നിരഞ്ജൻ മറുപടി പറയുന്നതിന് മുൻപ് ഗൗരി അവിടേക്ക് നടന്നു വന്നു. സ്കൂൾ ഗേറ്റിന് എതിർവശത്തുള്ള കട നല്ലതാണ്. അനുപമ ചിരിച്ചു. താങ്ക്സ് ടീച്ചർ. അവൾ പോയതിനു ശേഷം നിരഞ്ജൻ ഗൗരിയെ നോക്കി. ടീച്ചർക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഇല്ല. ഉറപ്പാണോ? ഗൗരി ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. പുതിയ ടീച്ചറെ നന്നായി സഹായിക്കണം. നിരഞ്ജൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എല്ലാവരെയും സഹായിക്കും, പക്ഷെ ചിലരുടെ സ്ഥാനം വേറെയാണ്. ആ വാക്കുകൾ കേട്ട് ഗൗരി ഒരു നിമിഷം നിശബ്ദയായി. എന്താണ് ഉദ്ദേശിച്ചത്? നിരഞ്ജൻ ചെറുതായി ചിരിച്ചു. സമയമാകുമ്പോൾ പറയാം. അവൻ നടന്നു നീങ്ങി. ഗൗരി അവൻ പോയ വഴിയിലേക്ക് നോക്കി നിന്നു. അവളുടെ ഹൃദയം പതിവിലും വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. അതേസമയം രാഘവൻ ഓഫീസിലിരുന്ന് തൻ്റെ ഫോണിലെ ഒരു ഫോട്ടോ നോക്കുകയായിരുന്നു. നിരഞ്ജൻ ഗൗരിക്ക് കൂടെ നൽകുന്ന ചിത്രം. ഈയൊരു ചിത്രം മതി. അവൻ ചിരിച്ചു. ഇവരുടെ ജീവിതത്തിലെ വലിയൊരു കൊടുങ്കാറ്റുണ്ടാക്കാൻ. ആ കൊടുങ്കാറ്റ് എപ്പോൾ വീശുമെന്ന് മാത്രം ഇനി അറിയാനുണ്ടായിരുന്നുള്ളൂ. തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ അവസാന തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ ഒട്ടപ്പാച്ചിലായിരുന്നു. ഗൗരി സ്റ്റേജിന്റെ മുന്നിൽ നിന്ന് കുട്ടികളുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ അടുത്തു വന്നു. ഗൗരി ടീച്ചർ, ഇന്നത്തെ പരിപാടിയുടെ അവതരണം നിങ്ങളും നിരഞ്ജൻ സാറും ചേർന്നാണ്. ഗൗരി ഒരു നിമിഷം മടിച്ചു. ശരി സർ. അല്പസമയത്തിനകം നിരഞ്ജനും എത്തി. ടീച്ചർ, അവതരണത്തിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് നോക്കാമോ? തീർച്ചയായും. ഇരുവരും സ്റ്റേജിന്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് സ്ക്രിപ്റ്റ് പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മൈക്കിന്റെ വയറിൽ തട്ടി ഗൗരിയുടെ കയ്യിലെ ഫയൽ താഴെ വീണത്. പേപ്പറുകൾ കാറ്റിൽ പറന്നു. വിദ്യാർത്ഥികൾ ഓടാൻ തുടങ്ങിയതിനു മുൻപ് നിരഞ്ജൻ വേഗത്തിൽ പേപ്പറുകൾ പറക്കി. ഇതാ ടീച്ചർ. ഗൗരി പുഞ്ചിരിച്ചു. നന്ദി. ഇത്ര ഔപചാരികമായി നന്ദി പറയുന്നത് നിർത്തിക്കൂടെ ടീച്ചർ? എന്തുകൊണ്ട്? കാരണം നിങ്ങളെ സഹായിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടല്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ ഗൗരിയുടെ മുഖത്ത് അറിയാതൊരു പുഞ്ചിരി വിടർന്നു. ഉച്ചയ്ക്ക് പരിപാടി വിജയകരമായി അവസാനിച്ചു. ഹെഡ് മാസ്റ്റർ എല്ലാവരെയും അഭിനന്ദിച്ചു. ഈ വിജയത്തിന്റെ വലിയ പങ്ക് ഗൗരി ടീച്ചർക്കും നിരഞ്ജൻ സാറിനുമാണ്. വിദ്യാർത്ഥികൾ കൈയടിച്ചു. അതിനിടയിൽ 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി നിരഞ്ജന്റെ അടുത്തേക്ക് വന്നു. സാർ, പറയും മോനെ. സാറും ഗൗരി ടീച്ചറും നല്ല കൂട്ടാണല്ലേ? നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ അങ്ങനെ തോന്നിയത്? രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ എല്ലാവർക്കും ധൈര്യം കിട്ടുന്നുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ നിരഞ്ജൻ അറിയാതെ ഗൗരിയെ നോക്കി. ഗൗരി ദൂരെ ഇരുന്ന് കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു. അവന്റെ മുഖത്തൊരു മൃദു പുഞ്ചിരി വിരിഞ്ഞു. വൈകുന്നേരം സ്കൂൾ വിടാൻ നേരം. ഗൗരി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയായിരുന്നു. പിന്നിൽ നിന്ന് നിരഞ്ജന്റെ ശബ്ദം. ടീച്ചർ. അവൾ തിരിഞ്ഞു. ഇന്ന് പരിപാടി വളരെ നന്നായി. നിങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അല്ല, നമ്മൾ രണ്ടുപേരും ചേർന്നതുകൊണ്ടാണ്. ആ വാക്കുകൾ കേട്ട് ഗൗരിയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായതുപോലെ തോന്നി. ആദ്യമായാണ് നമ്മൾ എന്ന വാക്ക് അവളുടെ മനസ്സിൽ ഇത്രയും ആഴത്തിൽ പതിയുന്നത്. പക്ഷേ അല്പം അകലെയായിരുന്ന രാഘവൻ ഇതെല്ലാം തൻ്റെ ഫോണിൽ പകർത്തുകയായിരുന്നു. ഇനി സമയമായി, അവൻ മനസ്സിൽ പറഞ്ഞു. നാളെ മുതൽ ഈ സ്കൂളിൽ ഇവരുടെ പേരാണ് എല്ലാവരും സംസാരിക്കുക. അവനറിയില്ലായിരുന്നു യഥാർത്ഥ പ്രണയം അഭ്യൂഹങ്ങളെക്കാൾ ശക്തമാണെന്ന്. പിറ്റേന്ന് രാവിലെ ഗൗരി സ്കൂളിലെത്തിയപ്പോൾ സ്റ്റാഫ് റൂമിൽ അസാധാരണമായൊരു നിശബ്ദത അനുഭവപ്പെട്ടു.
അവൾ അകത്തേക്ക് കയറിയതും ചില അധ്യാപകർ സംസാരിക്കുന്നത് പെട്ടെന്ന് നിർത്തി. അവളുടെ മനസ്സിലൊരു ഭയം നിറഞ്ഞു. എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് മാലിനി ടീച്ചർ അവളുടെ അടുത്തേക്ക് വന്നത്. ഗൗരി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഇന്നലെ നിങ്ങളുടെയും നിരഞ്ജൻ സാറിന്റെയും ഫോട്ടോ ആരോ സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ഗൗരിയുടെ മുഖം വിളറി. എന്ത് ഫോട്ടോ? കുട കൊടുക്കുന്ന സമയത്ത് എടുത്ത ചിത്രം. ഗൗരിയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ആരാണ് അയച്ചത്? അറിയില്ല. അവൾ ഒന്നും പറയാതെ കസേരയിൽ വർഷങ്ങളായി കാത്തു സൂക്ഷിച്ചിരുന്ന മാന്യത ഒരു നിമിഷം കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുമോ എന്ന ഭയം അവളെ പിടികൂടി. അപ്പോഴേക്കും ഹെഡ് മാസ്റ്റർ സ്റ്റാഫ് റൂമിലേക്ക് വന്നു. ഗൗരി ടീച്ചർ, നിരഞ്ജൻ സാർ, ഒന്ന് ഓഫീസിലേക്ക് വരൂ. ഇരുവരും നിശബ്ദമായി ഓഫീസിലേക്ക് നടന്നു. അവിടെ രാഘവൻ ഉണ്ടായിരുന്നു. രാഘവൻ ഒരു പ്രിന്റ് ചെയ്ത ഫോട്ടോ മേശപ്പുറത്ത് വെച്ചു. ഇതെന്താണ്? നിരഞ്ജൻ ചിത്രം നോക്കി. ടീച്ചർ വീഴാതിരിക്കാൻ ഞാൻ സഹായിച്ച നിമിഷമാണ്. രാഘവൻ പരിഹാസത്തോടെ ചിരിച്ചു. സ്കൂളിൽ ഇപ്പോൾ ഇതാണ് ചർച്ച. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഹെഡ് മാസ്റ്റർ ശാന്തമായി പറഞ്ഞു, എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്. പക്ഷെ പുറത്തുള്ള സംസാരങ്ങൾ സ്കൂളിന്റെ പേരിനെ ബാധിക്കരുത്. നിരഞ്ജൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സർ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാഘവനുടൻ മറുപടി പറഞ്ഞു. തെറ്റില്ലെങ്കിൽ ആളുകൾ എന്തിനാണ് സംസാരിക്കുന്നത്? നിരഞ്ജൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ചിലർ സത്യമറിയാതെ സംസാരിക്കും, ചിലർ അറിഞ്ഞിട്ടും സംസാരിപ്പിക്കും. ഓഫീസിൽ നിശബ്ദത നിറഞ്ഞു. രാഘവന്റെ മുഖം കടുത്തു. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ഗൗരി നേരെ സ്കൂളിന്റെ പിന്നിലെ പൂന്തോട്ടത്തിലേക്ക് നടന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നത്? അവൾ പതുക്കെ കരഞ്ഞു. അപ്പോഴാണ് പിന്നിൽ നിന്ന് നിരഞ്ജൻ വന്നത്. ടീച്ചർ. ഗൗരി കണ്ണുനീർ തുടച്ചു. ദയവായി എന്നോട് സംസാരിക്കരുത്. എന്തുകൊണ്ട്? എൻ്റെ കാരണത്താൽ നിങ്ങളുടെ പേര് മോശമാകുന്നു. അതിൽ എനിക്ക് ഭയവുമില്ല. പക്ഷെ എനിക്കുണ്ട്. ഗൗരി തിരിഞ്ഞ് അവനെ നോക്കി. ഞാൻ ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടവളാണ്. ഇനി ഒരാളുടെ ജീവിതം കൂടി എൻ്റെ പേരിൽ നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ വാക്കുകൾ നിരഞ്ജന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അവൻ പതുക്കെ പറഞ്ഞു. ടീച്ചർ, ചില മനുഷ്യരെ ജീവിതം നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു കാരണത്താലാണ്. ഗൗരി മറുപടി പറയാതെ അവിടെ നിന്ന് നടന്നു. നിരഞ്ജൻ അവൾ പോകുന്നത് നോക്കി നിന്നു. ആ നിമിഷം അവൻ തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന സത്യം വ്യക്തമാക്കി. ഞാൻ ഗൗരി ടീച്ചറെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതവൻ ആദ്യമായി സ്വയം സമ്മതിച്ച നിമിഷമായിരുന്നു.